നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ സജീവമാകുമ്പോൾ മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുന്നു. DCC അധ്യക്ഷൻ VS ജോയിയുടെ നേതൃത്വത്തിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ്. PV അൻവറിലൂടെ പിടിച്ചെടുത്ത ആര്യാടന്റെ ഉരുക്കുകോട്ട നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് LDFന്റെ തയ്യാറെടുപ്പ്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് നിലമ്പൂരിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് സ്ഥാനാർത്ഥി സാധ്യതയിലുള്ളത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ചു വരാം. കോൺഗ്രസിൽ നിന്നുള്ള സാധ്യതകൾ രണ്ടുപേരാണ്. ഒന്ന് VS ജോയ്, മറ്റൊന്ന് ആര്യാടൻ ഷൗക്കത്ത്. ഇതിൽ VS ജോയ് നിർത്തുകയാണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ, നിലമ്പൂരിന്റെ ചരിത്രം കാണാത്ത വലിയ ഭൂരിപക്ഷത്തിൽ VS ജോയ് കടന്നുവരും എന്നുള്ളതാണ് PV അൻവർ നൽകിയ ഒരു പ്രധാനപ്പെട്ട ഉറപ്പ്. PV അൻവർ UDFിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുന്നോടിയായി നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം രാജി സമർപ്പിച്ചതിന് ശേഷം, MLA സ്ഥാനം രാജിവെച്ചതിന് ശേഷം ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിലമ്പൂരിൽ ഇനി PV ജോയിയാണ് മത്സരിക്കുന്നതെങ്കിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും ജയിക്കുക, ആ ഉറപ്പ് ഞാൻ നൽകുന്നു എന്ന് പറയുന്നു. ആ സമയത്ത് ആര്യാടൻ ഷൗക്കത്ത് നിലവിൽ അവിടെ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് PV അൻവറിനോട് ചോദിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഒരു നല്ല സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ അല്ലേ, എഴുത്തുകാരനൊക്കെ അല്ലേ എന്ന ഒരു മറുപടിയാണ് നൽകുന്നത്. എന്നാൽ നിലവിൽ ഈ രണ്ടുപേരും കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VS ജോയും ആര്യാടൻ ഷൗക്കത്തിനെയും പരിഗണിക്കുന്നുണ്ട്. രണ്ടുപേർക്കും വിജയസാധ്യതയുണ്ട് എന്നാണ് പ്രത്യേകിച്ച് PV അൻവർ UDF ക്യാമ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ, UDF പക്ഷത്തേക്ക് മാറുമ്പോൾ PV അൻവറിന്റെ കൂടി സ്വാധീനം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് ആര്യാടൻ ഷൗക്കത്തും VS ജോയും. ഇനി VS ജോയാണ് നിൽക്കുന്നതെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് മനംമാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കൗതുകം. കോൺഗ്രസിൽ തർക്കം പ്രതീക്ഷിക്കുന്നുണ്ട് ഇടതുപക്ഷം. ഇനി ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി സാധ്യതകളെ കൂടി നമുക്കൊന്ന് കാണാം. പ്രധാനമായിട്ടും M സ്വരാജിനെയും അതേപോലെ തന്നെ DYFയുടെ ജില്ലാ പ്രസിഡന്റ് P ഷബീറിനെയും ജില്ലാ കമ്മിറ്റി അംഗം VM ഷൗക്കത്ത് എന്നീ 3 പേരുടെ പേരുകളാണ് നിലവിൽ പരിഗണിക്കപ്പെടുന്നത്. മേഖലയിൽ കാര്യമായി പ്രവർത്തനം നടത്തുന്ന ജില്ലാ നേതാവാണ് ഷൗക്കത്ത് എന്നുള്ളത് ഒരുപക്ഷെ തുണയായിത്തീരും. സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണവും പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. BJPയിലേക്ക് എത്തിയാൽ മുതിർന്ന സ്ഥാനാർത്ഥികൾ ആരായിരിക്കും എന്നുള്ളത് ആണ് പ്രധാനമായിട്ടും BJP ഇപ്പോൾ പരിശോധിക്കുന്നത്. BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രശ്മിൽ നാഥ് ഒരു പ്രധാനപ്പെട്ട പരിഗണനയാണ്. മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോക് കുമാറും മറ്റൊരു പ്രധാനപ്പെട്ട പരിഗണനയാണ് നിലമ്പൂരിൽ. ഇവർ രണ്ടുപേരുടെ പേരുകളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന് അഡ്വക്കേറ്റ് അശോക് കുമാർ, BJPയുടെ മേഖലാ വൈസ് പ്രസിഡന്റ്, മറ്റൊന്ന് BJPയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രശ്മിൽ നാഥ് എന്നിവരാണ്. UDFന്റെ കോട്ട എന്തും വില കൊടുത്തും നിലനിർത്തും ഇക്കുറിയും എന്നുള്ളതാണ് LDF തീരുമാനിക്കുന്നത്. എന്നാൽ PV അൻവറിലൂടെ കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് VS ജോയിയോ ആര്യാടൻ ഷൗക്കത്തിനെ ഇറക്കി കോൺഗ്രസ്. എന്തായാലും ഇതൊരു പ്രസ്റ്റീജ് പോരാട്ടമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാനത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ട് ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ തന്നെ ഇതിനെ വീക്ഷിക്കും. CPMന് PV അൻവർ ഏൽപ്പിച്ചു പോയ ആഘാതത്തിൽ നിന്ന് തിരികെ വരാനുള്ള ഒരു രക്ഷാപ്രവർത്തന ദൗത്യം കൂടിയാണ് നിലമ്പൂർ. അതുകൊണ്ട് നിലമ്പൂരിൽ പൊടിപാറും എന്നതുറപ്പാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDFനും LDFനും PV അൻവറിനും ഒരുപോലെ അഭിമാന പോരാട്ടവും ടെൻഷനും നൽകുന്നതാണ്. UDFും LDFും ഇതിനോടകം പ്രധാന നേതാക്കൾക്ക് മണ്ഡലത്തിന്റെ ചുമതല നൽകിക്കഴിഞ്ഞു. അഷ്കർ അലി കരിമ്പ ചേരുന്നുണ്ട് നമ്മളുടെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളുമായി. അഷ്കർ അലി, അങ്ങനെ കളമൊരുങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ ഇനി കളം പിടിക്കും വരുന്ന ദിവസങ്ങളിൽ. വോട്ടർ പട്ടിക തയ്യാറാക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നതെങ്കിലും കോൺഗ്രസ് കളത്തിലിറക്കിയിരിക്കുന്നു AP അനിൽകുമാറിനെ, CPM കളത്തിലിറക്കുന്നു സ്വരാജിനെ. ഇരുവരുടെയും നേതൃത്വത്തിൽ അവർ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ഇനി സ്ഥാനാർത്ഥി സാധ്യതകളിലേക്ക് കടക്കും. അങ്ങനെ നിലമ്പൂരിൽ ഈ തിരഞ്ഞെടുപ്പിന്റെ ചൂളം വിളി ഉയർന്നു കഴിഞ്ഞുവല്ലേ? അരുൺ, ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ 3 മുന്നണികളും നിലമ്പൂരിൽ സർവ്വവിധ സന്നാഹങ്ങളുമായി അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലടക്കം തകൃതിയായി നടക്കുന്നുണ്ട്. പരമാവധി വോട്ടർമാരെ ചേർത്തുകൊണ്ട് തന്നെ നിലമ്പൂരിൽ കളം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് 3 മുന്നണികളും ആഗ്രഹിക്കുന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ AP അനിൽകുമാർ ഇപ്പോൾ ഔദ്യോഗികമായി പാർട്ടി നേതൃത്വം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇനി ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിന് മുമ്പിൽ ബാക്കി നിൽക്കുന്ന ചോദ്യം. അതൊന്നുകിൽ DCC പ്രസിഡന്റ് VS ജോയ്, അതല്ലെങ്കിൽ KPCC സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത്. ഈ രണ്ടിലൊരാളായിരിക്കും നിലമ്പൂരിൽ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കും ആർക്കും തന്നെ തർക്കമില്ല. പക്ഷേ അതിൽ ആരാകും എന്നുള്ളതാണ് കോൺഗ്രസ് മുമ്പിലുള്ള ആശങ്ക. ആ ആശങ്കയിൽ തന്നെയാണ് ഇടതുപക്ഷം പ്രതീക്ഷ വെക്കുന്നതും. അങ്ങനെ ഒരു തർക്കം കോൺഗ്രസിലുണ്ടായാൽ അതിൽ പ്രതീക്ഷ വെച്ചൊരു സ്വന്തം സ്ഥാനാർത്ഥി പരീക്ഷണം വരെ ഇടതുപക്ഷ നേതാക്കളുടെ മനസ്സിലുണ്ട്. അതിനപ്പുറത്തേക്ക് M സ്വരാജിന് ചുമതല നൽകി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചുമതല നൽകി M സ്വരാജ്, ജില്ലയിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള M സ്വരാജ് ഇടതുപക്ഷത്തിന് വേണ്ടിയുള്ള
CPM-ന് വേണ്ടിയുള്ള പ്രചാരണം സജീവമാക്കിയിട്ടുണ്ട്. മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിലും ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിൽ വരെ പങ്കെടുത്തുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കം ഭാഗമായിക്കൊണ്ട് തകൃതിയായ പ്രചാരണം ഇപ്പോൾ തന്നെ ഇടതുപക്ഷം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഒന്നുകിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി, അതല്ല എങ്കിൽ ന്യൂനപക്ഷമുള്ള ഒരു പക്ഷത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുക, അതല്ലെങ്കിൽ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള രശ്മില്ലാതെ, അതുപോലെ തന്നെ നേരത്തെ വയനാട് മണ്ഡലത്തിൽ മത്സരത്തിൽ നവ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ BJP പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി നടക്കാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതൊരു ട്രയൽ റണ്ണായി തന്നെയാണ് 3 മുന്നണികളും കണക്കൂട്ടുന്നത്. സ്വാഭാവികമായും അതിൻ്റെ വീറും വാശിയും 3 മുന്നണികൾക്കുമുണ്ട്. ആരൊക്കെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യത്തിലുള്ള ചർച്ചയും സജീവമാകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇടതുപക്ഷത്ത് M സ്വരാജിനും അതുപോലെ തന്നെ DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീറും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VM ഷൗക്കത്തും ഒക്കെ തന്നെ പരിഗണിക്കപ്പെടുന്ന ആളുകളിലായുണ്ട്. പക്ഷേ അതിൽ ആർക്കാണ് അവസാനമായി നറുക്ക് വീഴുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണുന്നത്. എന്തായാലും ആരൊക്കെ സ്ഥാനാർത്ഥികളായാലും 3 മുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ്. ആ അഭിമാന പോരാട്ടത്തിന് തന്നെയാണ് ഇനി നിലമ്പൂർ കാത്തു നിൽക്കുന്നത്. താങ്ക് യു അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂരിൽ ഒരുപാട് തേക്കിൻ മരങ്ങളുണ്ട്. പക്ഷേ കാതലുള്ള തേക്കുകൾ അവിടെ ഉണ്ട് ധാരാളം. പക്ഷേ അതിൽ ഏറ്റവും കാതലുള്ള തേക്കേത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുപോലെയാണ് നേതാക്കളുടെ കാര്യത്തിലും. ഒരുപിടി മികച്ച നേതാക്കളുണ്ട് നിലമ്പൂരിൽ. അവരിൽ ആരായിരിക്കും നിയമസഭയിലേക്ക് എത്തുക? കാത്തിരുന്ന് കാണാം. നിലമ്പൂർ പോരാട്ടം കടുക്കും.